വീട്ടിൽ വെറുതെ ചോറയും കുത്തിരുന്ന വലിയ പോകാന്ന് വിചാരിച്ചത്. അങ്ങനെ എന്താണ് ഒട്ടും കോഴ്സിൽ ഇന്റർനാഷണൽ ഞങ്ങൾ കയറി. അങ്ങനെ തന്നെ ഞാനും വാപ്പയും കൂടി എയർപോർട്ടിൽ പോകുന്നത്. അങ്ങനെ തന്നെ കുറെ ഇന്നത്തെ കാത്തിരിപ്പിനോട് ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. ഇനി എന്ത് കെട്ടിപ്പിടിച്ച കാരണം കൊടുത്ത് പോവാ. എപ്പോഴും ഇപ്രാവശ്യം പോയപ്പോ വാപ്പാക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ എന്ത് ലഗേജും കൊണ്ട് ഞാനകത്ത് കയറി. ഇനി എന്ത് നമ്മളെ ഫ്ലൈറ്റിന്റെ കൗണ്ടർ നോക്കി നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോഴാണ് മുട്ടം പണി വന്നത്. ലഗേജിന്റെ വെയിറ്റ് കൂടി. നമ്മളെ ലഗേജ് കൂടിപ്പോയി ഗൈസ്. കൂടിയത് എന്ത് 2 കിലോ കൊടുക്കാൻ പറഞ്ഞത് 4500 രൂപ. ആകാശ് ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ വാങ്ങിച്ച് തിന്ന. അതുകൊണ്ട് എന്താണ് അതിനകത്ത് 2 ടീഷർട്ട് മാറ്റിയപ്പോ വെയിറ്റ് സെറ്റ് ആയി. അങ്ങനെ എന്താണ് ബോർഡിംഗ് പാസും കിട്ടി. അങ്ങനെ വീണ്ടും ഇനി നമുക്ക് എമിഗ്രേഷനിൽ പോയി കുറെ നേരം നിൽക്കാം. എല്ലാം കഴിഞ്ഞ് പോയപ്പോൾ വാഷ്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ് മിറർ സെൽഫി ഇല്ലാണ്ട് എന്ത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നേരെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും കൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് ചെയ്തു. ഇവിടത്തേക്ക് ഒന്നാണ് ഈ കാല് കഴിച്ചു തുടങ്ങി. അങ്ങനെ കേസ് നമുക്ക് നിന്ന് അവസാനം നമുക്ക് നമ്മളെ ഫ്ലൈറ്റിൽ കയറാൻ പറ്റും. അങ്ങനെ എന്ത് വലത് കാലം വെച്ച് അങ്ങോട്ട് കയറി. അങ്ങനെ എന്ത് കയറി സീറ്റ് തപ്പി പിടിച്ചിരിപ്പായി. അങ്ങനെ എന്ത് ജീവിതത്തെ ആദ്യമായിട്ട് എയറിന്റെ കറക്റ്റ് സമയത്തിന് ടേക്ക് ഓഫ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഓഫ്. അങ്ങനെ എന്താ വാഷ്റൂമിൽ പോകാൻ തോന്നിയത്. അപ്പേണിക്കോ ചെന്ന് 2 എയർ ഹോസ്റ്റേഴ്സിന്റെ നടുക്കിരിക്കുന്നു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലെ വാഷ്റൂമിൽ കയറി 2 മിറർ സെൽഫി എടുത്തു. എയർ ഇന്ത്യയിലത്തെ വാഷ്റൂം എന്ന് പറയാൻ നോട്ട് ബാഡ്. ബട്ട് അങ്ങനെ നമ്മൾ കുറെ നേരത്തെ കാത്തിരിപ്പിനോട് നമ്മൾ ഡെസ്റ്റിനേഷൻ. ഇനി എന്താ ആൾക്കാർ കൂട്ടേക്കുമ്പോൾ വേഗം വിട്ടില്ലെങ്കിൽ വേഗം ചെക്ക് ചെയ്ത് വേഗം വിട്ടു. അങ്ങനെ വേഗം റൂമിൽ പോയി ഞാൻ എന്തോ ഓർഡർ അവിടെ നിന്ന്. അതിന്റെ ഇടയിൽ എന്ത് കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട്. പണ്ട് നമുക്ക് മുന്നിൽ വഴി കാണിച്ചു കൊടുക്കാൻ ഒരു പാസ് ഉണ്ടാവില്ല. അത് മാതിരിയാണ് ഇത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമുക്ക് ലഗേജ് എടുക്കാൻ പോവാം. ലഗേജ് വരാൻ ഇനിയും കുറെ സമയം എടുക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് വാഷ്റൂമിൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് കുറെ പ്രഹസനം കാണിച്ചു. അപ്പോഴേക്കും ലഗേജ് വന്നു. അങ്ങനെ എന്താ വന്ന ലഗേജ് എല്ലാം വലിച്ചു വാരി ട്രോളിയിൽ ഇട്ടിട്ട് പോണേ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാമി വന്നിട്ടുണ്ടായിരുന്നു. അവരെ കൂടി എന്തെങ്കിലും ടാക്സി വിളിച്ച് റൂമിൽ. അപ്പൊ ഇന്നത്തേക്ക് ശരി നോക്കി പോയി ഫോളോ ആയിക്കോട്ടെ.